ഹലോ, പഴം കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി കട്ട്ലേറ്റ് ആണ് കേട്ടോ ഇന്ന്. വീട്ടിലെ പഴമൊക്കെ പഴുപ്പേറി കഴിഞ്ഞാൽ വലിച്ചെറിയാൻ നിൽക്കണ്ട, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ചിക്കനോ ബീഫോ കിഴങ്ങോ ഒന്നും വേണ്ട, പഴം മാത്രം മതി. ഒരു മസാലപ്പൊടികളും ചേർക്കാത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം പഴുത്ത പഴമാണ്. ഈ തൊലിയൊക്കെ അങ്ങനെ കറുപ്പ് കളറായി വന്നിട്ടുള്ള പഴം. അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും എടുക്കുക. ഇതൊരു 5 എണ്ണം ഉണ്ട്. എന്തായാലും വേസ്റ്റ് ആയി പോവില്ല. പഴം നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഷുഗറാണ് ചേർക്കുന്നത്. പഴം നല്ലോണം പഴുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്ര തോനെ മധുരമൊന്നും വേണ്ട. 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർക്കുന്നതാണ് സ്പെഷ്യൽ, 1 സ്പൂൺ ബൂസ്റ്റും പൊടി. പിന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസ് കൂടി ചേർക്കുന്നുണ്ട്, അതൊന്ന് ടൈറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ചൂടാറിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. സാധാരണ നമ്മൾ റൗണ്ടിലാണ് ചെയ്യല്. ഷേപ്പ് ചെയ്യാൻ ഇനി ടൈറ്റ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പഴം ഫുള്ളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ബ്രൗൺ കളർ ആകും. കൂടുതലായിട്ടൊന്നും വേകാനൊന്നുമില്ല, ഒന്ന് കളർ മാറിയാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. രണ്ട് സൈഡും ബ്രൗൺ കളർ ആയി വരുമ്പോൾ ഇതൊന്ന് കോരിയെടുത്ത് വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള കട്ട്ലേറ്റും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പഴംപൊരി ആയിരിക്കും. ഇനി അതൊന്ന് മാറ്റി പിടിച്ച് നോക്കാം. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്പെഷ്യലായിട്ട് ബൂസ്റ്റിൻ്റെ ഫ്ലേവറും കൂടി വരുന്നുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പഴുത്ത പഴം ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയണ്ട. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.